അപ്പൊ ഈ അൺമാരീഡ് ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളുടെ ശ്രീലക്ഷ്മി അറക്കൽ അൺമാരിഡ് പ്രഗ്നൻസി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് FBയിൽ ഇതിനെപ്പറ്റി വാദോരാതെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അതിനെ തുടർന്ന് പോസ്റ്റും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അൺമാരിഡ് പ്രഗ്നൻസി ഒരു തെറ്റല്ല, അത് സമൂഹം എടുക്കുന്ന കാഴ്ചപ്പാടിന്റെ തെറ്റാണെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പുള്ളിക്കാരിയുടെ സംസാരം. അതിനുദാഹരണമായി 19കാരിയുടെ പ്രസവം എടുത്തിട്ട് സമൂഹത്തിനെ പേടിച്ചിട്ടാണ് കൊച്ചിനെ ജനലിലൂടെ കളഞ്ഞത് എന്ന രീതിയിലൊക്കെയായിരുന്നു സംസാരം. ഒരു പെൺകുട്ടി അഡോപ്ഷനെ പറ്റി ചിന്തിച്ചാലും ഒരിക്കലും അൺമാരിഡ് പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കില്ല എന്ന് വരെ പുള്ളിക്കാരി സംസാരത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ആൾക്കാരെ നമ്മളുടെ സമൂഹം എത്രമാത്രം മോശമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇപ്പം ചില ആളുകൾക്ക് കുട്ടികൾ വേണമെന്നുണ്ടാവും, പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ അവരും അഡോപ്ഷൻ എന്ന് പറയുന്ന സംഭവം ചിന്തിച്ചാലും ഒരിക്കലും അൺമാരീഡ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് വിവരമുണ്ട്. കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടായ തനിക്കും തൻ്റെ കുടുംബത്തിനും ചീത്തപ്പേരാണെന്ന് അവർക്കറിയാം. അത് മനസ്സിലാക്കണമെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം വേണം. അത് നിനക്കില്ലാതെ പോയി. അതാണ് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കണം. നമ്മുടെ സമൂഹം അത്രമാത്രം ഒരു സ്റ്റിഗ്മ, ഒരു ടാബു സബ്ജക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ സ്ലഡ് ഷെയിം ചെയ്ത് വേസ്റ്റ് ചെയ്യുക, പിന്നെ അങ്ങോട്ടേക്ക് ആ പെണ്ണെ അങ്ങ് കൊല്ലുക അവര്. അതുപോലെയുള്ള ടോർച്ചറാണ്. അതായത് അവൾ ആരുടെ പോയി അവളുടെ കൊച്ചിന്റെ തന്തയാരാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമൂഹം അതങ്ങനെയാണ്. കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടായാൽ ഇങ്ങനെയുള്ള മോശം പേരുകളൊക്കെ കേൾക്കേണ്ടി വരും. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? വളർന്നിട്ടില്ല, അൺമാരീഡ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുവഴി സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ വരെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അൺമാരീഡ് ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ട് ഉള്ള ആൾക്കാർ അവരുടെ മാനസിക അവസ്ഥയെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഈ 19 വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞിനെ ഈ അൺമാരീഡ് പ്രഗ്നൻസി കൂടുതൽ ഉണ്ടാകാൻ കാരണം ഈ പ്രോൺ വീഡിയോയുടെ സ്വാധീനം തന്നെയാണ്. കാരണം അത് യുവാക്കളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ിലൂടെ വലിച്ചെറിഞ്ഞതിന് ആ പെൺകുട്ടീനെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇട്ട് കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആ പെണ്ണിനെ കൊടും പാതകിയായിട്ട് ചിത്രീകരിക്കരുതെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സാഹചര്യം ഇപ്പൊ 19, ഇപ്പൊ എനിക്ക് 30. എന്ത് സാഹചര്യം? അൺമാരീഡ് പ്രഗ്നൻസി തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഒരു കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ട്. നിങ്ങൾ പോയൊരു LKG കുട്ടീനോട് ചോദിച്ചാൽ അവരും പറയും അത് തെറ്റാണെന്ന്. കാരണം അവർക്ക് വരെ കോമൺ സെൻസ് ഉണ്ട്. നിനക്കില്ലാതെ പോയല്ലോ 10-30 വയസ്സായിട്ട്. വയസ്സായി, എനിക്ക് 30 വയസ്സായിട്ട് ഞാൻ അൺമാരീഡ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമൂഹത്തെ അത്രയ്ക്ക് പേടിയായിരിക്കും. സമൂഹം എന്തായിരിക്കും എന്നെ പറ്റി പറയാൻ പോകുന്നുള്ളത് അത്രമാത്രം പേടിയായിരിക്കും എനിക്ക്. അപ്പം 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന അത്രയും പ്രായം ഒരു ഒട്ടും മെച്ചൂർ അല്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ചെന്ന് ചാടുന്നത് ഈ അല്ലലറിയാതെ വളർന്നിട്ടാണ്. അല്ലലറിഞ്ഞ് വളർന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള മോശം പ്രവൃത്തികൾ ചെയ്യില്ല. ആൾക്ക് എങ്ങനെ അൺമാരീഡ് പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പം മാരീഡ് ആകുമെന്ന് പ്രഗ്നന്റ് ആകുമെന്ന് അറിഞ്ഞിട്ട് പോലും ആയിരിക്കും അവര് ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് അറിയുന്നുണ്ടാവില്ല അതിനെ പറ്റിയിട്ട് ഇന്ന ദിവസം ചെയ്തിട്ടുണ്ട്. അവസാനം പറഞ്ഞൊരു പോയിന്റ്, സെക്ഷൽ ഇന്റിമസിയിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും കുട്ടികൾ ഉണ്ടാകുമെന്ന്. അവർക്കെല്ലാം അറിയാം. അവർ ഈ വഴി തെറ്റിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫോൺ വീഡിയോസിന്റെ സ്വാധീനം തന്നെയാണ്. പിന്നെ ഈ കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാവുന്ന കേസിൽ ഒരിക്കലും പുരുഷനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. അതിലൊരു പങ്ക് സ്ത്രീകൾക്കുമുണ്ട്. കാരണം സ്ത്രീയും പുരുഷനും പരസ്പരം മനസ്സ് വെച്ചിട്ടാണല്ലോ ഈ കുട്ടികൾ ഉണ്ടാവുന്നത്. എന്നിട്ട് പഴി വരുമ്പോഴോ മൊത്തം പുരുഷന്റെ തലയിൽ. അതാണ് ഈ പ്രണയിച്ച് പീഡിപ്പിച്ചു എന്ന കേസിൽ കൂടുതലും സംഭവിക്കുന്നത്. രണ്ടുപേരും പരസ്പരം മനസ്സോടെ ചെയ്യും. എന്നിട്ട് അവസാനം ആരെങ്കിലും ചതിച്ചു കഴിയുമ്പോൾ പ്രണയിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിയുമായി രംഗത്ത് വരും. അതുകൊണ്ട് ദയവ് ചെയ്തും ആരും ഇത്തരത്തിലുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും ശ്രീലക്ഷ്മി അറക്കലിന് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതുപോലത്തെ വിടുവായുത്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പില്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.